ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബിറ്റർ ഗൗട്ട് അല്ലെങ്കിൽ പാവയ്ക്ക തീയലാണ്. ഒട്ടും കയ്പില്ലാത്ത എങ്ങനെയാണ് പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പ്രത്യേകിച്ച് പാവയ്ക്ക എന്ന് പറയുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇത് നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയ ഒരു പച്ചക്കറിയാണ് ഈ പാവയ്ക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിതെങ്ങനെയാണ് ഒരു നല്ല അടിപൊളിയായിട്ടൊരു തീയൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. അതും കയ്പൊന്നും ഇല്ലാതെ ഇങ്ങനൊരു തീയൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം ഞാനിവിടെ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളി, കരിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഇത്രയും സാധനങ്ങളാണ് വെജിറ്റബിളായിട്ട് വേണ്ടത്. ഇനി അതിനകത്ത് ചേർക്കപ്പെടേണ്ട അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പാവയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, തേങ്ങ ചിരകിയത് വേണം. അതുപോലെ തന്നെ വാളൻ പുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ കായപ്പൊടി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതേപോലെ വലിയ ജീരകം, പെരിഞ്ചീരകം, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ചേർക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ. ആദ്യം തന്നെ പാവയ്ക്ക നന്നായി കഴുകി അത് നന്നായി ചെറുതായിട്ട് കനം കുറച്ച് അരിയുക. അരിഞ്ഞതിന് ശേഷം അരിഞ്ഞ പാവയ്ക്ക കുറച്ച് വെള്ളത്തിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ശകലം പോലും കയ്പ്പ് കാണില്ല. ഈ പാവയ്ക്കയുടെ ഫുൾ കയ്പ്പ് മാറിക്കിട്ടും. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും അത് ഇഷ്ടപ്പെടും. പാവയ്ക്കയുടെ കയ്പ്പ് എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. പക്ഷേ ഇങ്ങനെ കയ്പ്പ് കളയാതെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാവർക്കും കൂട്ടത്തക്ക രീതിയിൽ ഇത് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും എങ്ങനെയാണ് കയ്പില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഞാനിവിടെ നിന്ന് കാണിക്കുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാവയ്ക്ക അരിഞ്ഞ് അതേപോലെ തക്കാളിയും ഉള്ളിയൊക്കെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. വഴറ്റുന്നതിനൊപ്പം അതിനകത്ത് കുറച്ച് ജീരകം കൂടെ ചേർത്ത് അത് നന്നായി വഴറ്റിയെടുക്കുക. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കുന്നതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓൾറെഡി തേങ്ങ വറുത്തതാണ്. ഞാനിത് വറുത്തത് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ എയർ ഫ്രയറിലാണ് ഈ തേങ്ങ വറുത്തെടുത്തത്. ഞാൻ അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഞാനിവിടെ തേങ്ങ വറുത്തതായതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ഇതുണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വറുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതേപോലെ ചെറു തീയിൽ തേങ്ങ ചിരകിയതിട്ട് വറുത്തെടുക്കണം. തേങ്ങ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ ഞാനിവിടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം നല്ലവണ്ണം മാറി വരുന്നത് വരെ തീ ഓഫ് ചെയ്ത് വഴറ്റുക. തണുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മയത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. അപ്പോഴത്തേനും നമ്മുടെ ഈ പച്ചക്കറികൾ പാവയ്ക്കൊക്കെ നന്നായി വഴണ്ടി വരും. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് അതുപോലെ തന്നെ നമ്മുടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാനിവിടെ വാളംപുളി എടുത്തിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടെ ആവശ്യത്തിന് ഒഴിച്ച് തിളപ്പിക്കുക. കറി കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ താളിക്കാനായിട്ട് ഞാനിവിടെ ഉള്ളി, അതുപോലെ വറ്റൽമുളക്, കരിയാപ്പില, കടുക്, എണ്ണ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് താളിക്കുന്നതെന്ന്. ഞാനിവിടെ താളിച്ച് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. കായം നല്ലതാണ്. ഞാനൊരു ചെറിയ അളവിൽ കായം ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുത്താൽ ഈ നല്ല അടിപൊളിയായിട്ടൊരു തീയലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.